ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്ട് സൈനിങ് ഡേ ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദിഗോമിലാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ഞങ്ങളുടെ ഗൗൻ്റെ പുതിയ യൂണിവേഴ്സിറ്റി ദിഗോമില. അപ്പോൾ ഞാനും നീനും കൂടെ ദിഗോമിലാണ് പുതിയ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. നീനു നാട്ടിലാണ്, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ നീനു നാട്ടിലിരുന്ന് എല്ലാം സെറ്റാക്കി തന്നു, ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം സെറ്റാക്കി. സോ അങ്ങനെ ഫുള്ളൊരു സെറ്റപ്പിലായിട്ട് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് സെറ്റായിട്ടുണ്ട്. ഇതിനകത്താണ് അപ്പാർട്ട്മെൻറ്റ്. ഓണർ വന്നിട്ടില്ല. 9 മണിക്ക് കോൺട്രാക്ട് സൈനിങ് ഡേ. പക്ഷേ എനിക്ക് കുറച്ച് എന്താ പറയുക, ആത്മാർത്ഥത കൂടുതലായിട്ട് ഞാൻ 8 മണിക്ക് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റും. ഇവിടെ വിൻ്റർ തുടങ്ങിയെന്ന് തോന്നുന്നു. സോ ഇന്നലെ ഞാൻ വന്നപ്പോഴേ തണുത്ത് കൊള്ളിയായിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാനിന്നൊരു ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോഴും ഭയങ്കര കാറ്റും ഇതൊക്കെ ഭയങ്കര കാറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നിന്നാൽ മതി, നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും, ചിലപ്പോൾ കേൾക്കാനും പറ്റുമായിരിക്കും. പക്ഷേ ഭയങ്കര കാറ്റാണ്. അങ്ങനെ ഇപ്പം ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ ഇനി കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ കാണാം. ഇനി അപ്പാർട്ട്മെൻറ്റ് ഇവിടെ പുറത്തുള്ള സ്ഥലമൊന്നും കാണിച്ചു തരില്ല, ബിക്കോസ് രാത്രിയാണ്. ഇനി അകത്ത് അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഓണർ വരാതെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ചുറ്റും ഈ കറങ്ങിക്കൊണ്ട് നടക്കുവാണ്. ഇത് പരിസരമൊക്കെ ആയിട്ട് വരും. നമുക്ക് ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ബാൽക്കണി കാണാൻ പറ്റും, കാണിച്ചു തരാം. പക്ഷെ കാണാൻ പറ്റത്തില്ല, ഇരുട്ടാണ്. അതുകൊണ്ട് കാണാൻ പറ്റും. ദേ അതാ നമ്മുടെ ബാൽക്കണി, കണ്ടോ? അതാ ബാൽക്കണി. ഞാൻ കണ്ടാൽ ഞാൻ നിൽക്കുന്നു. മറ്റ് കാറ്റൊന്നും ഇത്രയും നേരം കാറ്റില്ലാത്ത സ്ഥലത്താണ് കയറുന്നത്. ഇവിടെ ഭയങ്കര കാറ്റ്, നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്യും. ഇവിടെ നമ്മളിങ്ങനെ തെറപ്പിച്ചോണ്ട് നമുക്ക് നിന്നാൽ മാത്രം മതി, നമ്മളിങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോകും. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്, പനി പിടിക്കും. സോ ദാറ്റ് നമ്മൾ അതിനകത്ത് തന്നെ ജാക്കറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തായാലും എനിക്ക് വിൻ്ററിനിപ്പോൾ ജാക്കറ്റ് ഇല്ല, എന്തായാലും ഒരു ജാക്കറ്റ് മേടിക്കണം. സോ ദാറ്റ് ഇന്ന് ഞാൻ പോയി മേടിച്ച ജാക്കറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കുറച്ച് ഷോ ഓഫും കൂടെ ആവാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ ഓണർ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഓണർ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അകത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അകത്ത് പോവുക ഗൈസ്. അതാണ് ഗൈസ് അപ്പാർട്ട്മെൻറ്റ്. ഭാഗ്യത്തിന് ഫ്ലോറിലൊന്നും മീൻസ് ലിഫ്റ്റൊന്നും വേണ്ട. ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. അയ്യോ, ഇപ്പോൾ ഇവിടെ പോയോ? അപ്പാർട്ട്മെൻറ്റ് ഞാനെന്ത് ജാതു പോലെ ഇരിക്കുന്നേ. നമ്മളുടെ ഏജൻറ്റ് കൂടെ വന്നാലേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഏജൻറ്റിന് വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ നമുക്ക് കോട്ടയ്ക്കിടയിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ കോട്ടർ നമ്മൾ തൂക്കിയിട്ടു. എനിക്ക് വയ്യ. പിന്നെ ഇത് എൻ്റെ ഔട്ട്ഫിറ്റ്സ്, എൻ്റെ പുതിയ ഉടുപ്പ്. ഇതും എൻ്റെ പുതിയ ഉടുപ്പ്. ഇത് ഞാൻ എല്ലാം പുതിയ അപ്പാർട്ട്മെൻറ്റായിട്ട് പുതിയ കോട്ട്, പുതിയ ബാഗ്, പിന്നെ പുതിയ ഡ്രസ്സ്, ഷൂ. ഇതൊന്നും പുതിയതല്ല, പാൻറ്റൊന്നും പുതിയതല്ല. ബട്ട് ഇതൊക്കെ പുതിയതാണ്. ഓണർ ഇങ്ങനെ നോക്കുന്നു, വയ്യാത്ത കൊച്ചാണെന്ന് വിചാരിക്കുമെന്തോ. സോ പുതിയ അപ്പാർട്ട്മെൻറ്റിനെല്ലാം പുതിയതിട്ടിട്ടാണ് ഞാൻ വന്നത്. സോ ഗൈസ്, നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ലൈക്ക് ഇതാണ് എൻട്രൻസിൻ്റെ ഇവിടെ ആയിട്ട് വാഷ്റൂം ഉണ്ട്. എന്താ വാഷ്റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതെൻ്റെ പുതിയ കോട്ട് തൂക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ണാടി ഉണ്ട്. ഇവിടെ ലൈക്ക് ഒരു ഇങ്ങനത്തെ സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ബെഡ്റൂം. ഇതൊക്കെ ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു. സോ ഇതാണ് ബെഡ്റൂം. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇത് ബെഡ്റൂം. അവിടെയാണ് വാർഡ്രോബ് വരുന്നത്. ഇതൊക്കെ ഞാൻ കണ്ട് ഒരു ആഹ്ലാദത്തിൽ തുറന്നിട്ടിക്കുക. അത്യാവശ്യം എല്ലാം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തുറക്കാൻ പറ്റും. ഇതാണ് ബെഡ്റൂം വരുന്നത്. 1 BHK ആണ്, കാരണം ഞാൻ ഇതിന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് പിന്നെ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയ ഇത് കണ്ടേ, ഇതിൽ മഞ്ഞ ലൈറ്റ് എത്തും. ഞാൻ നോക്കിയപ്പോൾ ഇതല്ല, വേറെ ഉണ്ട്. കണ്ട, മഞ്ഞ ലൈറ്റ് ഉണ്ട്. ഓക്കെ, മറ്റേ ലൈറ്റ് ഇടാം. ഇതൊരു ഇതില്ല. ഇതാ കുറച്ചുകൂടെ ലൈറ്റാണുള്ളത്. ഒരു ചെയറുണ്ട്. പിന്നെ അടുക്കളയ്ക്ക് പ്രത്യേക ഒരു സ്പേസ് ഉണ്ട്. ഇതാണ്. എനിക്കിത് കണ്ടിട്ട് എനിക്ക് പൊക്കമുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്കിത് മിനിയേച്ചർ കിച്ചണായിട്ടാണ് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഫ്രിഡ്ജുണ്ട്, ഓവനുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങൾ. 2 വാഷ് ബേസിനുണ്ട്. കുറേ കബേർഡ് ഉണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്തുവാ, നമ്മൾ നോക്കണ്ട. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പേപ്പർ കഴിക്കുന്നല്ലോ. ഇതെന്തുവാ, എഴുതി പഠിച്ചിരിക്കുന്നതാണോ? വേണ്ട, എനിക്ക് കാണാൻ താല്പര്യമില്ല. ഇന്ത്യ, ഇവിടെ നേരത്തെ ഇന്ത്യക്കാരൻ താമസം തോന്നുന്നു. ഓക്കെ, ബൈ. നമ്മളതൊക്കെ എടുത്ത് കളയുന്നതാണ് കേട്ടോ ഉടനെ. ഓക്കെ, എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്, നമ്മളതൊക്കെ എടുത്ത് കളയും. സോ ഇതാണ് മൊത്തത്തിൽ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് നേരത്തെ കാണിച്ച സ്ഥലം. സോ ഗൈസ്, അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് 1 BHK അപ്പാർട്ട്മെൻറ്റ് ദിഗോമിലാണുള്ളത്. എന്തോ എനിക്ക് ഇതിന് ഭയങ്കര ഭാഗ്യം. നമുക്ക് $330 ഇത്രയും നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയത്. ഇനി ഏജൻറ്റ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഏജൻറ്റ് കൂടെ വന്നാലേ നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നീനും കൂടെ വേണ്ടിയിട്ട് ഞാൻ സൈൻ ചെയ്യില്ല. എന്നുവെച്ചാൽ കള്ളപ്പല്ല, ബട്ട് റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് എൻ്റെ വെക്കുന്നത്. ഇത് ചെയ്യാൻ ഭയങ്കര റെസ്പോൺസിബിൾ. പിന്നെ ബാൽക്കണി ഉണ്ട്, ഞാൻ പറയാൻ പറഞ്ഞേ. ബാൽക്കണി ഉണ്ട് കേട്ടോ.
ബാൽക്കണിയോട് കാണിച്ചു ഇതാ ബാൽക്കണി. എനിക്ക് തന്നെ ഫസ്റ്റ് വന്നു എനിക്ക് ഇവിടുന്ന് ഡാൻസ് കളിക്കാമല്ലോ. വാ കൊണ്ട് ബാൽക്കണി പുറത്തിറങ്ങുന്ന ഭയങ്കര തണുപ്പായിരിക്കും. ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, പുറത്തുനിന്ന് കാണിച്ചത്. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വാ ഇതാണ് ബാൽക്കണി. കകത്ത് കയറാം എന്നിട്ട് കൂട്ടാം. ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ. ഇനി കോൺട്രാക്ട് സൈൻ ചെയ്യും നമ്മൾ. താങ്ക് യു. നമുക്ക് കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം സൈൻ ചെയ്തു. നെയ്നു ഫാത്തിമ സ്നേഹ ഷൈൻ കിട്ടി, കീ കിട്ടി, എല്ലാം കിട്ടി, സെറ്റായി. അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ്. ഇത്രയും കാലം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നു, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നു. ഇപ്പോഴാണ് സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയത്. അങ്ങനെ ഭയങ്കര സന്തോഷം. ഓക്കെ അപ്പോൾ സെറ്റിനി നാളെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ മാത്രം. നെയ്നും നാട്ടിലാണ്. നാട്ടിൽ വന്നിട്ട് നെയ്നും ഇതാവും മീൻസ് വരും. അപ്പോൾ ഞാൻ നാളെ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ. അപ്പോൾ ഓക്കെ ബൈ. ബൈ.